വാംഭരധരം വിഷ്ണു ചതുർഭുജം ഛന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. സർവവിഘ്നകരനായ ഗണപതി ഭഗവാനെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. മഹാഭാരത വിചാരത്തിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. മഹാഭാരത വിചാരത്തിന്റെ ഭാഗമായി ഗണപതി ഭഗവാനെ കുറിച്ച് പറയുന്നത് അത്യധികം പ്രസക്തിയുള്ള ഒരു കാര്യം. കാരണം മഹാഭാരത രചനയുടെ കൈപ്പട ഗണപതിയുടെ. വ്യാസഭഗവാൻ മഹാഭാരതം വിരചിക്കാൻ ഉദ്യമിക്കുന്ന വേളയിൽ താൻ വിരചിക്കുന്ന ശ്ലോകങ്ങൾ യഥാസമയം എഴുതിയെടുക്കുന്നതിന് സമർത്ഥനായ ഒരാൾ വേണം എന്ന് അഭിലഷിക്കുകയും ബ്രഹ്മദേവനോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു എന്നൊരു കഥയുണ്ട്. ബ്രഹ്മദേവനോട് ഇപ്രകാരം വ്യാസഭഗവാൻ അഭ്യർത്ഥിച്ചപ്പോൾ രണ്ടാമതൊന്നും ആലോചിക്കാതെ അതിന് സമർത്ഥനായ ആൾ ആരാണ് എന്ന് ബ്രഹ്മാവ് നിർദ്ദേശിച്ചു. അത് സാക്ഷാൽ ഗണപതി ഭഗവാനാണ്. അങ്ങനെ വ്യാസ ഭാരതത്തിന്റെ രചന ആരംഭിച്ചു. ഗണപതി വ്യാസൻ ശ്ലോകങ്ങൾ, ആശയങ്ങൾ ഉറവെടുക്കുന്നതിനനുസരിച്ച് ശ്ലോകങ്ങൾ ചൊല്ലിക്കൊടുക്കുകയും ഗണപതി അത് എഴുതിയെടുക്കുകയും ചെയ്തു. ആ പ്രക്രിയ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ചെറിയ വിഷയമുണ്ടായി. തുടർന്നുള്ള കഥാഭാഗങ്ങളെ, ശ്ലോകങ്ങളെ ആവിഷ്കരിക്കുന്നതിന് വ്യാസൻ ഇടയ്ക്കൊക്കെ ആലോചനയിലേക്ക് പോയി. ആ സമയത്ത് എഴുത്താണിയും പിടിച്ച് ഗണപതി ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പൊ ഗണപതി പറഞ്ഞു, ഈ പരിപാടി നടക്കൂല, വെയിറ്റ് ചെയ്യാനൊന്നും എനിക്ക് പറ്റില്ല, ഞാൻ എഴുതി കഴിയുമ്പോഴേക്കും അടുത്ത ശ്ലോകം വന്നിരിക്കണം, ഇല്ലെങ്കിൽ ഈ പണിക്ക് എന്നെ കിട്ടില്ല എന്നായി ഗണപതി. ആ നിബന്ധന വ്യാസന് അംഗീകരിക്കേണ്ടതായിട്ട് വന്നു. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വ്യാസഭഗവാൻ ഒരു ശ്ലോകം ചൊല്ലി കഴിയുമ്പോഴേക്കും, ചൊല്ലി പൂർത്തിയാക്കുമ്പോഴേക്കും ഗണപതി ഭഗവാൻ അത് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പൊ വിശ്രമിക്കാൻ പോയിട്ട് ആലോചിക്കാൻ പോലും അല്പസമയമില്ല. അടുത്ത ശ്ലോകത്തിലേക്ക് വ്യാസൻ പ്രവേശിക്കണം. അപ്പൊ ഇത് ഒരു കുടുക്കാണെന്ന് മനസ്സിലാക്കിയ വ്യാസൻ തിരിച്ചൊരു നിർദ്ദേശം അങ്ങോട്ട് വെച്ചു. ഗണപതിയുടെ നിബന്ധന താൻ അംഗീകരിച്ചല്ലോ, തന്റെ ഒരു നിബന്ധന അതുണ്ട്, അത് ഗണപതിയും അംഗീകരിക്കണം എന്നായി വ്യാസൻ. എന്താണ് നിബന്ധന എന്നല്ലേ? ഈ ചൊല്ലിത്തരുന്ന ശ്ലോകങ്ങളുടെ അർത്ഥം മനസ്സിലാക്കാതെ എഴുതരുത്. ഇതായിരുന്നു വ്യാസൻ പറഞ്ഞ നിബന്ധന. ഈ നിബന്ധന ഗണപതി ഭഗവാനും അംഗീകരിച്ചു. അങ്ങനെ ആ രചനാ പ്രക്രിയ മുന്നോട്ട് പോയി. വ്യാസൻ ഓരോ ശ്ലോകവും ചൊല്ലിക്കഴിയുമ്പോഴേക്കും ഗണപതി അതിന്റെ അർത്ഥം ഗ്രഹിച്ച് തന്നെ അത് എഴുതി പൂർത്തിയാക്കി. ഗണപതിയുടെ ഈ സാമർഥ്യത്തിന് മുന്നിൽ വ്യാസൻ ഉഷ്ണിച്ചു. അപ്പോൾ അദ്ദേഹം വളരെയധികം ഗഹനമായ, ദുർഗ്രഹമായ, അർത്ഥം മനസ്സിലാക്കാൻ പ്രയാസമുള്ള കഠിനമായ ചില ശ്ലോകങ്ങളെ രചിച്ചു. ആ സമയത്ത് ഗണപതി ഭഗവാന് അല്പസമയം ആലോചിക്കേണ്ടതായിട്ട് വന്നു. ആ ശ്ലോകത്തിന്റെ ആശയം എന്താണ്, താല്പര്യം എന്താണ്, അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാൻ ഗണപതി ഭഗവാൻ ഒരല്പസമയം ആലോചിക്കാൻ വേണ്ടിയിരിക്കുമ്പോൾ വ്യാസഭഗവാന് വിശ്രമിക്കാനും മുന്നോട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ആലോചിക്കാനുമുള്ള ഇടവേള കിട്ടി എന്നാണ് കഥ. അതുകൊണ്ടാണ് അത്ര, ഈ കഥാപശ്ചാത്തലത്തിലാണ് അത്രേ വ്യാസഭാരതത്തില് ഇടയ്ക്കിടയ്ക്ക് അതിഗഹനങ്ങളായ ശ്ലോകങ്ങൾ കടന്നു വരുന്നത് എന്ന് പറയാറുണ്ട്. ഏതായാലും ഈ കഥ വളരെ രസകരവും എന്നാൽ വളരെ വിശേഷമായിട്ടുള്ള ചില സന്ദേശങ്ങളെ നമുക്ക് പറഞ്ഞു തരുന്നതുമായ കഥ. ഒരു കാര്യത്തില് നമ്മൾ വ്യാപരിക്കുന്ന സമയത്ത് അർത്ഥം അറിഞ്ഞു വേണം അതിൽ കൂടി സഞ്ചരിക്കാൻ. ഏത് ഗ്രന്ഥത്തിലൂടെ ആയാലും നമ്മൾ പാരായണം നടത്തുന്ന സമയത്ത്, അതിനെ ആരാധിക്കുന്ന സമയത്ത്, ഇതൊരാചരണമായി കൊണ്ടാടുന്ന സമയത്ത് അതിന്റെ അർത്ഥതലങ്ങളിലേക്ക് പ്രവേശിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അർത്ഥം മനസ്സിലാക്കാതെ എഴുതരുത് എന്ന് ഗണപതിയോട് വ്യാസൻ പറയുന്ന ഒരു സന്ദർഭം നമുക്ക് ഈ കഥയിൽ കാണാൻ കഴിയും. ഗണപതി ഭഗവാനാകട്ടെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതിദ്രുതം
ഇത് എഴുതി പൂർത്തിയാക്കുകയും ചെയ്തു. ഇപ്രകാരം അതിബൃഹത്തായ ആ മഹാഭാരതത്തിന്റെ രചന പൂർത്തീകരിക്കുന്നതിന് വ്യാസഭഗവാനെ സഹായിച്ചത് ഗണപതി ഭഗവാനാണ് എന്ന്. അങ്ങനെ ഗണപതിക്ക് ലേഖക ഗണപതി എന്നൊരു പേരും വന്നു. എഴുത്തുകാരനായ ഗണപതി. ഗണപതിക്ക് ധാരാളം ഭാവങ്ങളുണ്ട്. ഗണപതി ഒരു യോദ്ധാവാണ്. ഗണപതി തീറ്റപ്രിയനായ ഗണപതി ആയിരിക്കും നമുക്ക് പരിചയം. ഉണ്ണിക്കുടവയറുള്ള ആ ഗണപതി ഭഗവാനാണ് നമുക്ക് കഥകളിലൂടെ നമുക്ക് വളരെയധികം പരിചയമുള്ളത് എങ്കിൽ, വെറുമൊരു തീറ്റപ്രിയനായ ഗണപതി മാത്രമല്ല, നിരവധി ഭാവങ്ങളുള്ള, നിരവധി മുഖങ്ങളുള്ള ഗണപതിയെ നമുക്ക് കാണാൻ കഴിയും. യുദ്ധത്തിൽ പരശുരാമനെ വിറപ്പിച്ച ഗണപതിയെ നമുക്ക് കാണാൻ സാധിക്കും. ഗണപതി ഏകദന്തനായതിന് പിന്നിൽ അങ്ങനെ ഒരു കഥ പറയുന്നു. പരശുരാമനുമായിട്ടുള്ള യുദ്ധം. ആ പരശുരാമൻ ഗണപതിയുടെ പ്രഹരത്തിൽ വീണുപോയി. വീണ സമയത്ത് തന്റെ ഗുരുവായ പരശുരാമൻ ആയോധന വിദ്യ പഠിച്ചത് സാക്ഷാൽ ശിവനിൽ നിന്നാണ്. ആ ശിവഭഗവാനിൽ നിന്ന് തനിക്ക് കിട്ടിയ ആയുധമായ പരശു എടുത്ത് ഗണപതിയുടെ നേരെ എറിഞ്ഞ സമയത്ത് തന്റെ പിതാവ് നൽകിയ ആയുധമാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ പിതാവിനോടുള്ള ആദരവ് കൊണ്ട് ആ ആയുധം നിഷ്ഫലമാകരുത് എന്ന് കണ്ട് തന്റെ ഒരു കൊമ്പിനെ ഛേദിക്കാൻ ആ പ്രഹരത്തിന്, പരശുരാമന്റെ ആക്രമണത്തിന് അവസരം നൽകുകയായിരുന്നു ഗണപതി എന്നതാണ് രസകരമായ കാര്യം. ഇപ്രകാരം അതിപ്രഗത്ഭ യോദ്ധാവായ ശിവഭഗവാന്റെ ശിഷ്യൻ എന്ന് മാത്രമല്ല, ആയോധന വിദ്യയിൽ അഗ്രഗണ്യനായിട്ട് നമ്മൾ പറയുക അർജുനനെയാണല്ലോ. ആ അർജുനന്റെ ഗുരു ദ്രോണാചാര്യരാണെങ്കിൽ ആ ദ്രോണാചാര്യരുടെയും ഗുരുവാണ് പരശുരാമൻ. ക്ഷത്രിയന്മാരെ 28 ഭൂമി മുഴുവൻ സഞ്ചരിച്ച് നിഹനിച്ച ക്ഷത്രാന്തകനായ മുനിവരനാണ് പരശുരാമൻ. പരശുരാമനെ പോലും വിറപ്പിച്ച യോദ്ധാവാണ് ഗണപതി. അതുപോലെ സാഹിത്യകാരനായ, സിദ്ധിയും ബുദ്ധിയും ഗണപതിയുടെ ഭാര്യമാരാണ് എന്ന് പറയാറ്. ആ സാഹിത്യകാരൻ എന്ന നിലയിലുള്ള ഗണപതിയുടെ പ്രാഗൽഭ്യമാണ് ഇവിടെ വെളിവാകുന്നത്. മഹാഭാരത രചനയില് വ്യാസഭഗവാന് വലം കൈയായി നിലകൊണ്ടുകൊണ്ട്, വ്യാസഭഗവാന്റെ രചനയുടെ കൈപ്പട നിർവഹിച്ചുകൊണ്ട് ഗണപതി ഭഗവാൻ മഹാഭാരത രചനയിൽ നിർണായകമായിട്ടുള്ള പങ്കുവഹിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. കണ്ണൂർ ജില്ലയില് മയ്യിൽ എന്ന സ്ഥലത്ത് വേളം ഗണപതി ക്ഷേത്രം എന്നൊരു ഗണപതി ക്ഷേത്രമുണ്ട്. ഈ വേളം ഗണപതി ക്ഷേത്രത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ ഗണപതി ലേഖക ഗണപതിയാണ്. എഴുത്തുകാരനായ ഗണപതി. സാഹിത്യകാരന്മാർക്ക്, എഴുത്തുകാർക്ക്, കലാകാരന്മാർക്ക് ഒക്കെ അനുഗ്രഹത്തെ നൽകുന്ന ഗണപതി ഭഗവാനാണ് അവിടെ വിരാജിക്കുന്നത് എന്നർത്ഥം. മഹാഭാരത രചന നിർവഹിക്കുന്നതിൽ വ്യാസഭഗവാന്റെ വലം കൈയായി നിലകൊണ്ട് ആ ഗണപതി ഭഗവാനെ നമുക്ക് വന്ദിക്കാം. ഓം അഗജാനന പത്മാർക്കം ഗജാനന മഹർനിശം അനേകദന്ത ഭക്താനാം ഏകദന്തമുപാസ്മഹേ. ഗജാനനം ഭൂതഗണാതിസേവിതം കപിത്തജംബൂഫലസാരഭക്ഷിതം ഉമാസുതം ശോകവിനാശകാരണം നമാമി വിഘ്നേശ്വര പാദപങ്കജം. ഓം ഗം ഗണപതയേ നമഃ.